കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ പൂനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. ക്യാമ്പിൽ വിഷ്ണുവിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. 20 ദിവസത്തെ അവധിക്കാണ് വിഷ്ണു നാട്ടിലേക്ക് പോയത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, വിഷ്ണു എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയായിട്ടുണ്ടോ? ഉന്മേഷ്, നിലവിൽ അത്തരമൊരു വ്യക്തതയിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് എലത്തൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം പൂനെയിലേക്ക് പോയത്. പൂനെയിലെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വിഷ്ണു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് കാണിച്ച് കുടുംബം പരാതി നൽകുന്നതും അതിനെ തുടർന്ന് അന്വേഷണം ആരംഭിക്കുന്നതും. നിലവിൽ ഈ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരുടെ, അവിടെ ജോലിയിലുള്ളവരുടെ മൊഴിയെടുത്തതിൽ നിന്ന് വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ക്യാമ്പിൽ വിഷ്ണുവിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമായി വിഷ്ണു ക്യാമ്പ് വിട്ട് പുറത്തുപോയി അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തുപോയി എന്നൊരു അറിവ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർക്കില്ല. 20 ദിവസത്തെ അവധിക്കാണ് ഈ വിഷ്ണു അപേക്ഷിച്ചിരുന്നത്. അതായത് ജനുവരി 5 വരെയാണ് അവധി അപേക്ഷിച്ചിരുന്നത്. ഈ മാസം ഡിസംബർ മാസം 16-ന് ഈ ക്യാമ്പിൽ നിന്ന് വിഷ്ണു പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ എവിടെയാണ് വിഷ്ണു എന്നതിലേക്ക് എത്താനുള്ള ഒരു കൃത്യമായ ഒരു ലീഡ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. പൂനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഈ വിഷ്ണുവിൻ്റെ കുടുംബത്തിലേക്ക് വിഷ്ണുവിൻ്റെ ഒരു കോൾ എത്തിയിരുന്നു. അത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. അതിൽ വിഷ്ണു ഞാൻ കണ്ണൂരിലെത്തി എന്നാണ് കുടുംബത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ പോലീസ് പിന്നീട് വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് വിഷ്ണു പൂനെയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നതും അതിനെ തുടർന്ന് പൂനെയിലേക്ക് ഈ അന്വേഷണ സംഘം പോവുകയും ചെയ്തത്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണുവിനെ മൊബൈലിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്, ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആർമിയുടെ ഒരു സമാന്തരമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. വിഷ്ണു എവിടെയാണ് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.